അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും തന്നെ ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യ മത്സരം വളരെ ആവേശത്തോടെയും പ്രതീക്ഷയോടെയും തന്നെയായിരുന്നു നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇന്ന് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നത്തെ പഞ്ചാബ് എഫ്സിക്കെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെട്ടിട്ടുള്ളത്. ഏതായാലും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ആദ്യ മത്സരത്തിൽ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിന് തോൽവിയാണ് വാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇന്ന് തിരിച്ചടി ആയിട്ടുള്ളത് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മജീഷ്യനായ അഡ്രിയാൻ ലൂണ ഇന്നത്തെ മത്സരം പരിക്ക് കാരണം കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഫോർമേഷൻ 4-3-3 എന്ന ഫോർമേഷൻ തന്നെയായിരുന്നു. കൂടാതെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആദ്യ 11-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ കളിക്കാനുണ്ടായിരുന്ന താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യം തന്നെ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ്, സന്ദീപ് സിംഗ്, പ്രീതം കോട്ടാൽ, മിലോസ് രഞ്ജിത്ത്, സഹീഫ്, രാഹുൽ, ഫ്രെഡി ലാവമാവ, അലക്സാണ്ടർ കോയിഫ്, മുഹമ്മദ് ഐമൻ, നോഹ പെപ്ര എന്നിവരെയാണ് ആദ്യ 11-ൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യമൊക്കെ കുറച്ച് ശോകം പിടിച്ച കളിയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രൈക്കർ ആയിട്ടുള്ള ക്വാമി പെപ്രയുടെ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിച്ച അത്ര രീതിയിലുള്ള പ്രകടനമൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. അതിനെ തുടർന്നുകൊണ്ട് തന്നെ രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പെപ്രയെ പിൻവലിച്ചുകൊണ്ട് ആ ഒരു പുതിയ താരമായ ജീസസ് ജിംനിസ് എന്ന ഒരു സ്ട്രൈക്കറെ ഇറക്കിയിട്ടുമുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് മത്സരം കൊണ്ടുപോകുമ്പോഴാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് തിരിച്ചടി ആയിക്കൊണ്ട് 86-ാമത്തെ മിനിറ്റിൽ ലൂക്ക മാച്ചൻ എന്ന ആ ഒരു താരം പെനാൾട്ടി ഗോളാക്കി മാറ്റുന്നത്. ഷഹീഫ് എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആ ഒരു ഡിഫൻഡറുടെ പിഴവിലൂടെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. പെനാൽറ്റി പോസ്റ്റിലേക്ക് വന്ന താരം ജെയ്സി പിടിച്ച് വലിച്ചിട്ടതിന് പിന്നാലെയാണ് ആ ഒരു പെനാൽറ്റി റഫറി അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു ഗോൾ പിറന്നിട്ടുണ്ടായിരുന്നത് 86-ാമത്തെ മിനിറ്റിലായിരുന്നു. അധികം വൈകാതെ തന്നെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു മുന്നേറ്റം നടത്തുകയുണ്ടായി. അതിൽ നിന്നും പ്രീതം കോട്ടാൽ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫൻഡറുടെ ഒരു അതിമനോഹരമായ ഒരു പാസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ താരമായ ജീസസ് ജിംനിസ് ഒരു ഹെഡറിലൂടെ ഗോൾ നേടുകയും ചെയ്തു. വളരെ ആവേശകരമായ ആ ഒരു മത്സരം അതിഗംഭീരമായി കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് മറ്റൊരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അതെ, 95-ാമത്തെ മിനിറ്റിൽ പഞ്ചാബ് വീണ്ടും ഗോൾ അടിക്കുകയുണ്ടായി. ഇതോടുകൂടി 2-1 എന്ന മാർജിൻ സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇന്ന് പരാജയപ്പെട്ടിട്ടുള്ളത്. ഇനി ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതുള്ളത് അലക്സാണ്ടർ കോയിഫ് തന്നെയാണ്. മാർക്കോ ലെസ്കോവിച്ചിന്റെ പകരക്കാരനായിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. വെറും ഡിഫൻഡർ മാത്രമായിട്ടല്ല ഈ ഒരു താരം കളിക്കുക, DMF ആയിട്ടും ഈ ഒരു താരം കളിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് DMF പൊസിഷനിലായിരുന്നു അലക്സാണ്ടർ കോയിഫ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് വിപിൻ മോഹനൻ എന്നുള്ളത്. വിപിൻ മോഹനൻ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മിഡ്ഫീൽഡ് റോളിൽ വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് സ്കില്ലുകൾ താരത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു താരം എന്നുള്ളത് രാഹുൽ KP ആണ്. നമുക്കറിയാം ഈ ഒരു സീസണിൽ രാഹുൽ KP വളരെയധികം ഫോമോട് കൂടി നമ്മൾ വരുമൊക്കെ നേരത്തെ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ഇന്ന് രാഹുൽ KP വളരെയധികം ഇമ്പാക്ട് തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലുള്ള താരത്തിന്റെ ഭാഗത്തു നിന്നുള്ള പാസുകളും കൂടാതെ തന്നെ താരത്തിന്റെ ആക്യുറസിയും ഇന്ന് ഒരുപാട് ആരാധകർക്ക് കാണാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. താരം പഴയ ഫോമിൽ എത്തു തന്നെയാണ് ഇതോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു താരമാണ് മുന്നേറ്റ നിരയിലെ താരമായ മൊറോക്കൻ സ്ട്രൈക്കർ, അതെ, നോഹ സദോയ്. നോഹ സദോയ് ഒരുപാട് ചാൻസുകളാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഉഗ്രൻ ക്രോസുകളും താരത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഇന്നത്തെ മത്സരത്തെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ നാളെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിന്റെ മാച്ചിന്റെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് 6 ഷോട്ടുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്ത് 12 ഷോട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ 4 ഷോട്ടുകൾ മാത്രമാണ് ഓൺ ടാർഗറ്റ് ആയിട്ടുള്ളത്. ഇനി ഓൾറൗണ്ട് പൊസിഷൻ ഒന്ന് കണക്കാക്കി നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്ത് 58%, പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്ത് 42% നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി പാസിംഗ് ആക്യുറസിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 66% പഞ്ചാബ് എഫ്സിയുടെ ഭാഗത്തും 72% കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇന്നത്തെ മത്സരത്തിലെ യെല്ലോ കാർഡുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 5 യെല്ലോ കാർഡുകൾ പഞ്ചാബ് എഫ്സി ഇന്ന് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി 4 യെല്ലോ കാർഡുകളും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.